ഹലോ എവറി വൺ, സ്കിൽസോണിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഐമൻ. SSC RRB PSC എന്നിവ പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിലെ ഇമ്പോർട്ടൻറ്റ് ഭാഗമായ ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നോട്ട് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. Which Malayali has become president of the Walt Disney Company India and Star India? K. മാധവൻ. ശ്രദ്ധിക്കുക, ദ വാൾട്ട് ഡിസ്നി കമ്പനി ഇന്ത്യ ആൻഡ് സ്റ്റാർ ഇന്ത്യയുടെ പുതിയ പ്രസിഡൻ്റാണ് കെ മാധവൻ. അടുത്തത് നോക്കാം. വാട്ട് ഈസ് ദ തീം ഓഫ് എർത്ത് ഡേ 2021? റീസ്റ്റോർ അവർ എർത്ത്. 2021 എർത്ത് ഡേയുടെ തീമാണ് റീസ്റ്റോർ അവർ എർത്ത്. അടുത്തത് നോക്കാം. വി സ്റ്റേറ്റ് ഡിക്ലെയർഡ് ജേർണലിസ്റ്റ് ആസ് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്? ഉത്തരാഖണ്ഡ്. ഏത് സംസ്ഥാനമാണ് ജേർണലിസ്റ്റുകൾ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സായി പ്രഖ്യാപിച്ചത്? ഉത്തരാഖണ്ഡ്. ശ്രദ്ധിക്കുക, ഏത് സംസ്ഥാനമാണ് ജേർണലിസ്റ്റുകളെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ആയി പ്രഖ്യാപിച്ചത്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൻ്റെ ചീഫ് മിനിസ്റ്റർ തിരാജ് സിംഗ് റാവത്ത്. ഗവർണർ ബേബി റാണി മൗര്യ. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് പറയുന്നത്. ഏതൊരു പരീക്ഷയിലും ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഓരോ പരീക്ഷയിലും ഗവർണറും ചീഫ് മിനിസ്റ്ററും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. സംസ്ഥാനങ്ങളുടെ ചീഫ് മിനിസ്റ്ററും ഗവർണറും പ്രത്യേകം പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. വു വിൻസ് അലൻ ട്യൂറിംഗ് അവാർഡ് 2020? ആൽഫ്രഡ് എഹോ. അലൻ ട്യൂറിംഗ് അവാർഡ് 2020 നേടിയത് ആൽഫ്രഡ് എഹോ ആണ്. ശ്രദ്ധിക്കുക, അലൻ ട്യൂറിംഗ് അവാർഡ് 2020 നേടിയത് ആൽഫ്രഡ് എഹോ ആണ്. അടുത്തത് നോക്കാം. ന്യൂ പ്രസിഡന്റ് ഓഫ് വിയറ്റ്നാം എൻക്യുൻ എക്സ്വാൻ ഫുക്ക്. ശ്രദ്ധിക്കുക, വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡൻ്റാണ് എൻക്യുൻ എക്സ്വാൻ ഫുക്ക്. വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ ഹാനോയ് ആണ്. ശ്രദ്ധിക്കുക, വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ ഹാനോയ്. വിയറ്റ്നാമിൻ്റെ കറൻസി വിയറ്റ്നാമീസ് ഡോങ്ക്. ശ്രദ്ധിക്കുക, വിയറ്റ്നാമിൻ്റെ കറൻസി വിയറ്റ്നാമീസ് ഡോങ്ക്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം, നോട്ട് ചെയ്യുക. വു ബിക്കം ദ റിച്ചസ്റ്റ് പേഴ്സൺ ഓഫ് ഏഷ്യ അക്കോർഡിംഗ് ടു ഫോർബ്സ് റിച്ച് ലിസ്റ്റ്? മുകേഷ് അംബാനി. ഫോർബ്സ് റിച്ച് ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സണായി തിരഞ്ഞെടുത്തത് മുകേഷ് അംബാനിയാണ്. ശ്രദ്ധിക്കുക, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഫോർബ്സ് റിച്ച് ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ ആയത് മുകേഷ് അംബാനിയാണ്. അടുത്തത് നോക്കാം. വാട്ട് ഈസ് ഇന്ത്യ റാങ്ക് ഇൻ ചാൻഡലർ ഗുഡ് ഗവൺമെൻറ് ഇൻഡെക്സ്? 49. രാജ്യത്തിൻ്റെ ഓരോ രാജ്യങ്ങളുടെയും ഭാവിയുടെയും അതേപോലെ കഴിവിനെയും ഓരോ രാജ്യത്തിൻ്റെ കേപ്പബിലിറ്റിക്കും അനുസരിച്ച് നടത്തുന്ന ഒരു സർവേയാണ് ചാൻഡലർ ഗുഡ് ഗവൺമെൻറ് ഇൻഡെക്സ്. അത് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 49 ആണ്. ശ്രദ്ധിക്കുക, ചാൻഡലർ ഗുഡ് ഗവൺമെൻറ് ഇൻഡെക്സിൽ പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 49 ആണ്. അടുത്ത് നോക്കാം. വാട്ട് ഈസ് ദ തീം ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2021 ദാറ്റ് കൺക്ലൂഡ് റീസെൻ്റ്ലി? റീഓറിയൻറ്റിംഗ് ഫോർ ദ ഫ്യൂച്ചർ. ഇന്ത്യൻ എയർഫോഴ്സ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2021 തീമാണ് റീഓറിയൻറ്റിംഗ് ഫോർ ദ ഫ്യൂച്ചർ. നമുക്ക് അടുത്ത് നോക്കാം. വിച്ച് കൺട്രി ലോഞ്ച് ഇറ്റ് ഫസ്റ്റ് എവർ മെഗാ ഫുഡ് പാർക്ക് പ്രോജക്റ്റ് ഇൻ ഇന്ത്യ അറ്റ് ഫനീദർ, ഗുജറാത്ത്? ഇറ്റലി. ഇന്ത്യയിൽ ആദ്യമായി ഗുജറാത്തിൽ മെഗാ ഫുഡ് പാർക്ക് പ്രോജക്റ്റ് ആരംഭിക്കാൻ പോകുന്നുണ്ട്. അത് ഏത് രാജ്യമാണ് ആരംഭിക്കുന്നത്? ഇറ്റലി. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ആദ്യമായി ഗുജറാത്തിൽ മെഗാ ഫുഡ് പാർക്ക് പ്രോജക്റ്റ് ആരംഭിക്കാൻ പോകുന്നു. അത് ഇറ്റലിയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം, നോട്ട് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, പിന്നെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത് നോക്കാം. വു ബിക്കം ഫസ്റ്റ് ഇന്ത്യൻ വുമൻ സെയിലർ ടു ക്വാളിഫൈ ഫോർ ഒളിമ്പിക്സ്? നേത്ര കുമാരൻ. ഒളിമ്പിക്സിൽ യോഗ്യത നേടിയ ആദ്യ വനിതാ സെയിലറാണ് നേത്ര കുമാരൻ. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിയാണ്. ഒളിമ്പിക്സിൽ യോഗ്യത നേടിയ ആദ്യ വനിതാ സെയിലറാണ് നേത്ര കുമാരൻ. അടുത്ത് നോക്കാം. വാട്ട് ഈസ് ഇന്ത്യ റാങ്ക് ഇൻ വേൾഡ് എക്കണോമിക് ഫോറം എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്? 87. വേൾഡ് എക്കണോമിക് ഫോറത്തിലെ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 87 ആണ്. അടുത്ത് നോക്കാം. വിച്ച് മിനിസ്ട്രി ഹോസ്റ്റഡ് ദ 40th സയൻറ്റിഫിക് എക്സ്പെഡീഷൻ ടു അന്റാർട്ടിക്ക? മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്. അന്റാർട്ടിക്കയിലേക്കുള്ള 40ാമത് സയൻറ്റിഫിക് എക്സ്പെഡീഷൻ നടത്തിയത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ്. ശ്രദ്ധിക്കുക, അന്റാർട്ടിക്കയിലേക്കുള്ള 40ാമത് സയൻറ്റിഫിക് എക്സ്പെഡീഷൻ നടത്തിയത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. വിച്ച് ആപ്പ് ഈസ് ലോഞ്ച്ഡ് ടു പ്രൊമോട്ട് മെൻ്റൽ വെൽബീയിങ് അക്രോസ് ഓൾ ദ ഏജ് ഗ്രൂപ്പ് ഇൻ ദ കൺട്രി? മാനസ്. എല്ലാ പ്രായക്കാർക്കും മാനസിക ക്ഷേമം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഏത് ആപ്ലിക്കേഷനാണ് ആരംഭിച്ചത്? മാനസ്.
ശ്രദ്ധിക്കുക, എല്ലാ പ്രായക്കാർക്കും വേണ്ടി മാനസിക ക്ഷേമം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച ആപ്ലിക്കേഷൻ്റെ പേരാണ് മാനസ്. മാനസിമിൻ്റെ ഫുൾ ഫോം മെൻ്റൽ ഹെൽത്ത് ആൻഡ് നോർമൽസി ആർഗ്യുമെൻറ്റേഷൻ സിസ്റ്റം. അടുത്ത് നോക്കാം. ഓട്ടോബയോഗ്രഫി ഓഫ് സുരേഷ് റൈന, ബിലീഫ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് തോട്ട് മീ. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. ഓട്ടോബയോഗ്രഫി ഓഫ് സുരേഷ് റൈന, ബിലീഫ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് തോട്ട് മീ. നമുക്ക് അടുത്തത് നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് വിച്ച് ഹാസ് കംപ്ലീറ്റഡ് 25 years ദിസ് ഇയർ? നിഫ്റ്റി 50. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 25 വർഷം പൂർത്തിയാക്കിയ ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. ഇന്ത്യ സൈൻഡ് എ മിനിസ്ട്രി ഓഫ് യൂണിയൻ വിത്ത് വിച്ച് കൺട്രി ഓൺ സിറ്റീസ് കമ്പാറ്റിംഗ് പ്ലാസ്റ്റിക് എൻ്ററിംഗ് ദ മറൈൻ എൻവയോൺമെൻറ്റ്? ജർമ്മനി. നഗരങ്ങളിലുള്ള പ്ലാസ്റ്റിക്കുകൾ കടലിൽ എത്തുന്നത് തടയുന്നതിന് വേണ്ടി ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ കരാർ ഒപ്പിട്ടത്? ജർമ്മനി. ശ്രദ്ധിക്കുക, നഗരങ്ങളിലുള്ള പ്ലാസ്റ്റിക്കുകൾ കടലിൽ എത്തുന്നത് തടയുന്നതിന് വേണ്ടി ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ കരാർ ഒപ്പിട്ടത്? ജർമ്മനി. നമുക്ക് അടുത്തത് നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോർട്ടൽ ഓഫ് സുപ്രീം കോർട്ട്? സുപ്പേസ്. ശ്രദ്ധിക്കുക, സുപ്രീം കോർട്ടിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോർട്ടിൻ്റെ പേരാണ് സുപ്പേസ്. സുപ്പേസിൻ്റെ ഫുൾ ഫോം സുപ്രീം കോർട്ട് പോർട്ടൽ ഫോർ അസിസ്റ്റൻറ്റ് ഇൻ കോർട്ട്സ് എഫിഷ്യൻസി. അടുത്ത് നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് അഗെയിൻ ആസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ? ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിൻ വീണ്ടും പ്രൈം മിനിസ്റ്ററായി തിരഞ്ഞെടുത്തത് ബെഞ്ചമിൻ നെതന്യാഹുവിനെയാണ്. ശ്രദ്ധിക്കുക, ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്ററായി വീണ്ടും തിരഞ്ഞെടുത്തത് ബെഞ്ചമിൻ നെതന്യാഹുവിനെയാണ്. അടുത്ത് നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് UAE മൂൺ റോവർ ടു ലോഞ്ച് ഇൻ 2022? റാഷിദ്. 2020 വിക്ഷേപിക്കുന്ന UAEയുടെ മോൺ റോവറിൻ്റെ പേരാണ് റാഷിദ്. ശ്രദ്ധിക്കുക, 2022 വിക്ഷേപിക്കുന്ന UAEയുടെ മൂൺ റോവറിൻ്റെ പേരാണ് റാഷിദ്. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. വിച്ച് കൺട്രി സ്കിപ്പ് ഫ്രം ടോക്കിയോ ഒളിമ്പിക്സ് റീസെൻ്റ്ലി? നോർത്ത് കൊറിയ. ഏത് രാജ്യമാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്ന് വിട്ടുനിന്നത്? നോർത്ത് കൊറിയ. നോട്ട് ചെയ്യുക, ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്ന് വിട്ടുനിന്ന രാജ്യം നോർത്ത് കൊറിയ. അടുത്ത് നോക്കാം. വിച്ച് യൂണിയൻ മിനിസ്ട്രി ഹാസ് ലോഞ്ച്ഡ് ദ ജെൻഡർ സംവാദ് ഇവൻറ്റ്? മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഏത് യൂണിയൻ മിനിസ്ട്രിയാണ് ജെൻഡർ സംവാദ് ഇവൻറ്റ് നടത്തിയത്? മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. അടുത്ത് നോക്കാം. നാസ സക്സസ്ഫുള്ളി ഫ്ലൂ ഇറ്റ്സ് ടൈനി ഹെലികോപ്റ്റർ ഓൺ മാർസ്. വാട്ട് ഈസ് ഇറ്റ് നെയിം? ഇൻക്വിനിറ്റി. ചന്ദ്രനിൽ പറക്കാനാവുമോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നാസ വിക്ഷേപിച്ച ഹെലികോപ്റ്ററിൻ്റെ പേരാണ് ഇൻക്വിനിറ്റി. ശ്രദ്ധിക്കുക, ചന്ദ്രനിൽ പറക്കാനാവുമോ എന്ന് മനസ്സിലാക്കാൻ നാസ വിക്ഷേപിച്ച ഹെലികോപ്റ്ററിൻ്റെ പേരാണ് ഇൻക്വിനിറ്റി. ഓക്കെ, അടുത്ത് നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് വേൾഡ് ഫസ്റ്റ് കോവിഡ് വാക്സിൻ ഫോർ എനിമൽ ഡെവലപ്ഡ് ബൈ റഷ്യ? കാർണിയാകോവ്. ലോകത്തിൽ ആദ്യമായി എനിമൽസിന് വേണ്ടി കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ചത് റഷ്യയായിരുന്നു. അതിൻ്റെ പേരാണ് കാർണിയാകോവ്. ശ്രദ്ധിക്കുക, ലോകത്തിൽ ആദ്യമായി എനിമൽസിന് വേണ്ടി അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് വേണ്ടി കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ചത് റഷ്യയായിരുന്നു. അതിൻ്റെ പേര് കാർണിയാകോവ്. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇനി വരും പരീക്ഷയിൽ ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. അടുത്ത് നോക്കാം. ഓഥർ ഓഫ് ജംഗിൾ നാമ എ സ്റ്റോറി ഓഫ് ദ സുന്ദർബൻ? അമിതാഭ് ഘോഷ്. ശ്രദ്ധിക്കുക, ജംഗിൾ നാമ എ സ്റ്റോറി ഓഫ് ദ സുന്ദർബൻ എന്ന ബുക്കിൻ്റെ രചയിതാവ് അമിതാഭ് ഘോഷാണ്. നോട്ട് ചെയ്യുക, ജംഗിൾ നാമ എ സ്റ്റോറി ഓഫ് ദ സുന്ദർബൻ്റെ ഓഥർ അമിതാഭ് ഘോഷാണ്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. വി സ്റ്റേറ്റ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് ടു പ്രൊവൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് ഫോർ ഓൾ ഇറ്റ്സ് റെസിഡൻസ്? രാജസ്ഥാൻ. എല്ലാ നിവാസികൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് നൽകുന്ന ആദ്യ സംസ്ഥാനമായി മാറിയത് രാജസ്ഥാനാണ്. ശ്രദ്ധിക്കുക, എല്ലാ നിവാസികൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് നൽകുന്ന ആദ്യ സംസ്ഥാനമായി മാറിയത് രാജസ്ഥാനാണ്. രാജസ്ഥാൻ്റെ ചീഫ് മിനിസ്റ്റർ അശോക് ഗെഹ്ലോട്ട്. ഗവർണർ കൽരാജ് മിശ്ര. ശ്രദ്ധിക്കുക, രാജസ്ഥാൻ്റെ ചീഫ് മിനിസ്റ്റർ അശോക് ഗെഹ്ലോട്ട്, ഗവർണർ കൽരാജ് മിശ്ര. അടുത്ത നോക്കാം. വു ടുക്ക് ചാർജ് ആസ് ചെയർമാൻ ആൻഡ് MD ഓഫ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ? ശിവസുബ്രഹ്മണ്യൻ രാമൻ. ശ്രദ്ധിക്കുക, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനും MDയുമായി ചാർജ് എടുത്തത് ശിവസുബ്രഹ്മണ്യൻ രാമനാണ്. അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സ്കീം സ്റ്റാർട്ടഡ് ബൈ ഇന്ത്യൻ റെയിൽവേ ടു ഡിസ്ട്രിബ്യൂട്ട് ഓക്സിജൻ ഫോർ COVID-19 പേഷ്യൻസ് ക്വിക്ക്ലി? ഓക്സിജൻ എക്സ്പ്രസ്. COVID-19 പേഷ്യൻസിന് ഓക്സിജൻ നൽകാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്കീമിൻ്റെ പേരാണ് ഓക്സിജൻ എക്സ്പ്രസ്. ശ്രദ്ധിക്കുക, COVID-19 പേഷ്യൻസിന് ഓക്സിജൻ നൽകാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്കീമിൻ്റെ പേരാണ് ഓക്സിജൻ എക്സ്പ്രസ്.
അടുത്ത് നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രോഗ്രാം ബൈ WHO aims to fund young people ideas to combat COVID-19's impact? ഗ്ലോബൽ യൂത്ത് മൊബിലൈസേഷൻ. നോക്കാം. COVID-19 ആഘാതം നേരിടാനും യുവജനങ്ങളുടെ ആശയങ്ങൾക്ക് ധനസഹായം നൽകാനും ലക്ഷ്യമിടുന്ന ലോകാരോഗ്യ സംഘടനയുടെ പ്രോഗ്രാമിൻ്റെ പേരെന്താണ്? ഗ്ലോബൽ യൂത്ത് മൊബിലൈസേഷൻ. നോട്ട് ചെയ്യുക. COVID-19 ആഘാതം നേരിടാനും യുവജനങ്ങളുടെ ആശയങ്ങൾക്ക് ധനസഹായം നൽകാനും ലക്ഷ്യമിടുന്ന ലോകാരോഗ്യ സംഘടനയുടെ പ്രോഗ്രാമിൻ്റെ പേരെന്താണ്? ഗ്ലോബൽ യൂത്ത് മൊബിലൈസേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി സ്കിൽ സോണിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സിന് ഇൻസ്റ്റാഗ്രാമും സ്റ്റഡി മെറ്റീരിയൽസിനും ഡിസ്കഷനും ടെലിഗ്രാമിലും ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.